excitability property of cardiac muscle. Excitability എന്ന് പറയുന്നത് എന്താണ്? The ability of that muscle to respond to a stimulus. അന്നേരം ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് ഒരു റെസ്പോൺസ് ആ മസിലിൽ കാണുന്നതിനെയാണ് excitability property എന്ന് പറയുന്നത്. So the excitability is the ability to respond to a stimulus by way of generating an action potential. ഇനി ഈ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ എനർജി ലെവൽ. ദാറ്റ് ഈസ് ഒരു റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു മസിലിനെ ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ആ എനർജി ലെവൽ ചേഞ്ച് ചെയ്യിച്ചിട്ട് ഉണ്ടാക്കുന്ന റെസ്പോൺസ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു എക്സൈറ്റബിലിറ്റി പ്രോപ്പർട്ടി മസിൽസിലും നെർവ്സിലും ഉണ്ട്. Now, what do you mean by resting membrane potential? ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ ഒരു സ്റ്റിമുലസ് കാരണം ഓൾട്ടർ ചെയ്യുമ്പോഴാണ് റെസ്പോൺസായിട്ട് കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. സോ what do you mean by resting membrane potential? A potential difference existing between the inside and outside of a nerve or a muscle. ജനറലൈസ്ഡ് ആയിട്ട് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിച്ച് ഇസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ ഇൻസൈഡ് and outside of a nerve or muscle membrane is called as the resting membrane potential. അത് കാർഡിയാക് മസിലിൽ വരുമ്പം റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് is -80 millivolt. ഓക്കെ, ആൻഡ് ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ഇൻസൈഡും ഔട്ട്സൈഡും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കാരണമാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് -80 ആയിട്ട് കാണിക്കുന്നത്. Now, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. There will be less sodium and chloride ions inside the membrane. That means എന്തുവാ, നെഗറ്റിവിറ്റി കുറവായിരിക്കും അകത്ത്. And there will be more potassium and negatively charged protein ions inside. Okay, less എല്ലാം ഇൻസൈഡ് വെച്ചിട്ടാണ് പറയുന്നത്. സോഡിയമും ക്ലോറൈഡ് അയോൺസ് അകത്ത് കുറവും പൊട്ടാസ്യം നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് അകത്ത് കൂടുതലുമായിട്ടാണ് കാണുന്നത്. സോ നെഗറ്റീവ് വിൽ ബി ഇൻസൈഡ്, അല്ല പോസിറ്റീവ് വിൽ ബി ഇൻസൈഡ് ആൻഡ് നെഗറ്റീവ് വിൽ ബി ഔട്ട്സൈഡ്. ഓക്കെ, സോ ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളതാണ് അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ മെംബ്രെയിൻ്റെ പെർമിബിലിറ്റി ടു സോഡിയം ആൻഡ് പൊട്ടാസ്യം, സോഡിയവും പൊട്ടാസ്യവും വെളിയിലാണ് കൂടുതൽ കാണുന്നത്, അകത്ത് കുറവാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോഡിയവും ക്ലോറൈഡ് അയോൺസാണ് കൂടുതലും വെളിയിൽ കാണുന്നത്, അകത്ത് കുറവായിട്ട്. അത് ഇതിൻ്റെ പെർമിബിലിറ്റി, പൊട്ടാസ്യം സോഡിയത്തിൻ്റെ പെർമിബിലിറ്റി ഇസ് മോർ, എന്തുവാ, സോഡിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ പെർമിബിലിറ്റി ഇസ് മോർ ദാൻ സോഡിയം. ദാറ്റ് ഈസ് വൈ സോഡിയം വിൽ ബി, അല്ല, പൊട്ടാസ്യം വിൽ ബി മോർ ഇൻസൈഡ് ആൻഡ് സോഡിയം വിൽ ബി മോർ ഔട്ട്സൈഡ്. ഇതിൻ്റെ പെർമിബിലിറ്റി വ്യത്യാസം കാരണമാണ് ഇത് പറയുന്നത്. ഞാനൊന്നും കൂടെ പറയാം. ദ പെർമിബിലിറ്റി ഓഫ് പൊട്ടാസ്യം ഇസ് മോർ. സോ പെർമിബിൾ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അകത്തോട്ട് കയറും. പക്ഷേ സോഡിയത്തിൻ്റെ പെർമിബിലിറ്റി കുറവായതുകൊണ്ട് അത് വെളിയിലായിട്ടായിരിക്കും കൂടുതൽ കാണുന്നത്. നൗ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, പെർമിബിലിറ്റി ഇസ് ദ ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ ഇസ് ഓപ്പറേഷൻ ഓഫ് യുവർ സോഡിയം പൊട്ടാസ്യം പമ്പ് വിച്ച് ഇസ് ദെയർ ഇൻ യുവർ സ്കെലറ്റൽ മസിൽസിലും സോഡിയം പൊട്ടാസ്യം പമ്പിനെ പറ്റി നമ്മൾ സംസാരിച്ചു. വിച്ച് ഇസ് എൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ആൻഡ് വിച്ച് റിക്വയർസ് എനർജി. ഈ എനർജി യൂസ് ചെയ്ത് ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസമാണ് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേബിൾ ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഓപ്പറേഷൻ. ഇതിനു വേണ്ടി ദിസ് പമ്പ് പുഷസ് ദ സോഡിയം ഓൾവേസ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് അഗൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ആൻഡ് പുഷസ് ദി പൊട്ടാസ്യം ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഈ സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സോഡിയത്തിനെ പുറത്തോട്ട് ചാടിക്കാനും പൊട്ടാസ്യത്തിനെ അകത്തോട്ട് ചാടിക്കാനുമാണ് ഇതിൻ്റെ ഫങ്ഷൻ. അതൊരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മെക്കാനിസമാണ് വിച്ച് യൂസസ് എനർജി. സോ ഈ ഒരു റീസണും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ സോഡിയം പൊട്ടാഷ്യം പമ്പ് ആക്റ്റീവായിട്ട് അവിടെ ഫങ്ഷൻ ചെയ്യുന്നതും കൊണ്ടാണ് ഈ
അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന് ഇവിടെ കാണുന്നത്. തേർഡ് റീസൺ ഈസ് presence of negatively charged non-diffusible protein ions. ഈ പ്രോട്ടീൻ അയോൺസ് എന്ന് പറയുന്ന അകത്താണ് എപ്പോഴും ഒരു മെംബ്രെയിൻ്റെ അകത്തായിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്. അത് ഒരിക്കലും വെളിയിലോട്ട് പോകുന്നില്ല. സോ അത് നോൺ ഡിഫ്യൂസിബിളായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പൊട്ടാസ്യം മാത്രമേ കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് പ്രോട്ടീൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ പൊട്ടാസ്യം അകത്ത് കയറിയാൽ മാത്രം, പൊട്ടാസ്യം ഈസ് മോർ പെർമിബിൾ ദാൻ സോഡിയം, സോ പൊട്ടാസ്യം കയറിയിട്ടാണ് ഇതിനെ ബാലൻസ് ചെയ്ത് ഇവിടെ നിർത്തുന്നത്. സോ അങ്ങനെയാണ് പൊട്ടാസ്യം എപ്പോഴും അകത്തും സോഡിയം എപ്പോഴും പുറത്തുമായിട്ട് നിൽക്കുന്നത്. ഈ എക്സൈറ്റേഷൻ നടക്കുന്നതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ഇപ്പം നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ അകത്ത് sodium will be outside, potassium will be inside more, and negatively charged proteins will be inside more. വെളിയിൽ sodium will be more along with chloride which are negative ions. ഈ നെഗറ്റീവും പോസിറ്റീവും വെളിയിൽ, ദാറ്റ് ഇസ് സോഡിയവും ക്ലോറൈഡും, ആൻഡ് അകത്ത് പൊട്ടാസ്യമും നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസും. സോ അതും പോസിറ്റീവ് നെഗറ്റീവ്, അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് ഒരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത്. നൗ എക്സൈറ്റേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? വെൻ എ മസിൽ ഇസ് ബീങ് സ്റ്റിമുലേറ്റഡ്, ദ പെർമിബിലിറ്റി ഓഫ് ദ മെംബ്രെയിൻ ചേഞ്ചസ്. ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഒരു ത്രെഷോൾഡിന് മുകളിലായിട്ട് ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അവിടെ ഈ മെംബ്രെയിൻ്റെ പെർമിബിലിറ്റി അങ്ങ് മാറുക. ഈ പെർമിബിലിറ്റി, ദാറ്റ് ഇസ് നോർമലായിട്ട് നിൽക്കേണ്ട പെർമിബിലിറ്റിയിൽ നിന്ന് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൽ നിന്ന് -80 നിന്ന് അതങ്ങ് മാറിയിട്ട് പെർമിബിലിറ്റി കൂടുവാണ്. സോ ദ മെംബ്രെയിൻ ബിക്കംസ് മോർ പെർമിബിൾ ടു സോഡിയം അയോൺസ്, ആൻഡ് സോഡിയം അയോൺസ് ഫ്രം ഔട്ട്സൈഡ് നേരെ അകത്തോട്ട് കയറാൻ തുടങ്ങും. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് സോഡിയം ഇൻഫ്ലക്സ്, അകത്തോട്ട് കയറുന്നത്. നൗ ആസ് ദിസ് മെംബ്രെയിൻ ബിക്കംസ് മോർ ആൻഡ് മോർ പോസിറ്റീവ്, ദാറ്റ് ഇസ് സോഡിയം അയോൺസ് അകത്തോട്ട് കയറുമ്പം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇൻസൈഡ് ദ മെംബ്രെയിൻ അത് -80 നിന്ന് +30 MV ആയിട്ട് മാറും. സോഡിയം ഇൻഫ്ലക്സ് അകത്തോട്ട് കയറി അത് +30 വരെ ആകുമ്പം ദിസ് പ്രോസസ് ഇസ് ഓർ ദിസ് ഫേസ് ഇസ് കോൾഡ് ആസ് ദി ഡീപോളറൈസേഷൻ ഫേസ്. ഓക്കെ, ഈ ഡീപോളറൈസേഷൻ കഴിഞ്ഞ് +30 വരെ എത്തിക്കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് ആക്ടിവേറ്റ് ചെയ്യും. തിരിച്ച് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി സോഡിയം ഇസ് പുഷ്ഡ് ഔട്ട്സൈഡ് ആൻഡ് പൊട്ടാസ്യം ഫ്രം ഔട്ട്സൈഡ് ഇസ് പുഷ്ഡ് ഇൻസൈഡ്, ആൻഡ് ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ തിരിച്ച് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാണ്. ഈ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ത്രൂ യുവർ സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇതിനെയാണ് റീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊന്നും കൂടെ പറയാം. ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നു, മെംബ്രെയിൻ്റെ പെർമിബിലിറ്റി മാറുന്നു, കൂടുന്നു, സോഡിയം അന്നേരം വെളിയിൽ നിന്ന് അകത്തോട്ട് കയറുന്നു. അത് കൂടി വരുമ്പം ഒരു +30 വരെ എത്തുമ്പം അതിനെ ഡീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇൻ ദ പ്രോസസ് ഓഫ് സോഡിയം ഇൻഫ്ലക്സ്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഉടനെ +30 mV വരെ എത്തിയതിന് ശേഷം ഉടനെ, ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടക്കുന്നതാണ്, ഉടനെ സോഡിയം പൊട്ടാഷ്യം പമ്പ് ആക്ടിവേറ്റഡ് ആകും. ഇറ്റ് ഇസ് റീഎസ്റ്റാബ്ലിഷിംഗ് ദ പൊളാരിറ്റീസ് ആൻഡ് മെയിൻറ്റെയിനിങ് ദി റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ടു -80 mV, ആൻഡ് ആ പ്രോസസ്സിനെ റീപോളറൈസേഷൻ എന്ന് പറയുന്നു. സോ ഡീപോളറൈസേഷൻ ആൻഡ് റീപോളറൈസേഷൻ ഓൾട്ടർനേറ്റീവായിട്ട് നടന്ന് കോസിങ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ, and the action potential is causing the conduction of the impulse, causing contraction of the muscles. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്.